ഇത് പുണ്യ റംസാൻ മാസം. റംസാൻ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും 10 മടങ്ങായി പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസികളും കൃത്യമായി നന്മയിൽ മുഴുകുന്ന, പ്രാർത്ഥനയിൽ മുഴുകുന്ന ദിവസങ്ങൾ തന്നെ പറയാൻ പറ്റും. GRB നെയ് നഖത് റംലാന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. GRB നെയ് നഖത് റംലാനിൽ ഇന്നും നമ്മൾ കുറച്ച് റംലാൻ ഓർമ്മകളോടെ പോവുകയാണ്. ആൻഡ് ഇന്നത്തെ റംലാൻ ഓർമ്മകളുമായിട്ട് സിക്രിയത്ത് റംലാനിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന വ്യക്തി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഒരു പക്ഷേ UAE-യിലുള്ള മലയാളികളെ സംബന്ധിച്ച് റേഡിയോയിലൂടെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ശബ്ദം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. തൻസി ഹാഷിറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സിക്രിയത്ത് റംലാൻ ബ്രോട്ട് യു ബൈ Zoho One, the operating system for business. ഹായ് വൈഷ, കുറെ ആയല്ലോ കണ്ടിട്ട്. എന്നോടാണോ ചോദിക്കുന്നത്? രാവിലെയും ഓഫീസിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടാണോ? ഓക്കെ, തൻസി കുട്ടിക്കാലത്തെ നോമ്പുകാലം അതൊരു പക്ഷേ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. തൻസിക്ക് വരുന്ന പല കഥകളും കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ഒരു രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. കൊല്ലത്തുണ്ടായിരുന്ന ആ ഒരു കുട്ടിക്കാലത്തെ നോമ്പുകാലം എങ്ങനെയായിരുന്നു? എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എനിക്ക് എപ്പോഴും നോമ്പ് ഓർമ്മകൾ വരുന്നത് ഈ കൊട്ടുകാർ വന്ന് നമ്മളെ ഇടയത്താഴത്തിന് വിളിച്ചുണർത്തുന്നതാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും രാത്രി ഒരു സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വന്ന് കൊട്ടും. ഈ നമ്മൾ ജനൽ തുറന്ന് നോക്കുമ്പോൾ ഇവരെ ആരെയും കാണാറുമില്ല, ഇവരങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഇവരെ കാണുന്നത് ഈ പെരുന്നാളിൻ്റെ അന്ന്, അതായത് ഈ തമിഴ് ഫക്കീരന്മാരായിരുന്നു കൂടുതലും. അങ്ങനെ ഈ കല്ലുമാലയൊക്കെ ഇട്ട് പച്ച ഡ്രസ്സിലൊക്കെ വരുന്ന അവരെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് ഈ കൈമടക്ക്, അതെ, പെരുന്നാൾ പങ്ക് വാങ്ങിക്കാനായിട്ട് വരുമ്പോഴാണ് ഇവരെ നമ്മൾ നേരിൽ കാണുന്നത്. അതുപോലെ തന്നെ കുറെ പയ്യന്മാർ, അതായത് ചെറിയ 10-18 വയസ്സൊക്കെ ഉള്ളവർ, അവർക്ക് ഈ ഒരു നോമ്പ് കാലത്ത് അതൊരു രസമാണ്. ഈ രാത്രി കാലങ്ങളിൽ ഈ എല്ലാവരുടെയും വീട്ടിലൊരു കൂട്ടത്തോടു കൂടി വന്ന് ബഹളം ഉണ്ടാക്കി നോമ്പിന് ഇടയത്താഴത്തിന് വിളിച്ചുണർത്തുന്നത്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് അവരൊക്കെ വരുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ ഈ പെരുന്നാൾ പണമൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്നത്. അതൊക്കെ ഒരു രസമുള്ള ഓർമ്മകളാണ്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എത്ര നാളായി തൻസി നാട്ടിലൊരു പെരുന്നാൾ കൂടിയിട്ട്, അല്ലെങ്കിൽ റംസാൻ കൂടിയിട്ട്? റംസാൻ കൂടിയിട്ട് കഴിഞ്ഞ വർഷവും റംസാനിന് ഞാൻ ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്നു. റംസാൻ 2-ന് തിരിച്ചിങ്ങി വന്നു. കൂടുതലായിട്ട് അങ്ങനെ ഒരു മുഴുവൻ സമയം റംസാൻ കൂടിയിട്ട് 30 ദിവസമൊക്കെ കൂടിയിട്ട് ഒത്തിരി കാലമായി. വളരെ ചുരുക്കം ചില ദിവസങ്ങളുടെ ഇടയ്ക്കൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ പെരുന്നാൾ കൂടിയിട്ട് ഒത്തിരി വർഷമായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നോമ്പ് തുറ തന്നെയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പം കൊല്ലത്ത് എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം? ഒരുപക്ഷെ നമ്മൾ മലബാർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഒത്തിരി സ്നാക്സിനെ കുറിച്ചൊക്കെ പലരും, പക്ഷെ കൊല്ലത്ത് എന്തായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നു? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സ്നാക്സ് എന്നുള്ളൊരു സംവിധാനമേ നമ്മുടെ കൊല്ലത്ത് പരിസരത്തൊന്നും ഇല്ല. ഇപ്പോഴ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് അതൊന്നും, ഈ പ്രത്യേകിച്ച് എണ്ണ ചേർത്തുള്ള പലഹാരങ്ങളൊന്നും നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ നല്ലതല്ല എന്നുള്ളൊരു പൊതുധാരണ പൊതുവിലുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളൊക്കെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ഒരു വാർത്ത പലഹാരങ്ങളൊന്നും കഴിക്കുന്ന ഒരു ശീലവേ ഇല്ല. അതൊക്കെ എനിക്ക് തോന്നി, എന്നെ സംബന്ധിച്ച് അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ നാട്ടിൽ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മലബാർ മേഖലയിലെ ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലും കൊല്ലത്തുമൊക്കെ വന്നു തുടങ്ങി. അന്ന് കഴിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്തായിരുന്നു? എനിക്കങ്ങനെ ഭക്ഷണത്തോട് പൊതുവെ വലിയ പ്രിയം, എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്. നോമ്പ് കാലത്ത് എനിക്ക്, നമ്മളെയൊക്കെ നോമ്പ് കാലത്ത് ഏറ്റവും ആദ്യം നോമ്പ് തുറന്നിട്ട് ആദ്യം കുടിക്കുന്നത് നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം, അത് അതിനകത്തൊരു രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അന്നൊക്കെയെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് പല വീടുകളിലും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഈ വീട്ടിൽ ഫ്രിഡ്ജിൽ ഐസ് കൊണ്ടുവയ്ക്കാനായിട്ട് ഈ പാത്രങ്ങൾ തലേ ദിവസമേ കൊണ്ടുതരും ആളുകൾ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അതിൽ നിറച്ച് വെക്കുക, അല്ലെങ്കിൽ ചിലർ നമ്മൾ തന്നെ വലിയ പാത്രത്തിൽ അടുക്കി വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള, അതെ, അത് ഇഷ്ടവും അത് ചെയ്യാൻ. വേറെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് ഇത്. എല്ലാവരും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തലേ ദിവസം തരുന്ന പാത്രങ്ങളിൽ അത് നിറച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഇതാക്കിയിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഭയങ്കര രസകരമായിരുന്നു. അത് ചെറുപ്പകാലത്ത് ഏറ്റവും ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ്. ഇപ്പം റേഡിയോയിലാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ജീവിച്ചൊരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം എങ്ങാണ്ടാണ് റേഡിയോയിലേക്ക് തൻസി വന്നിട്ടുണ്ടാകുന്നത്. അത്രയും നാളും ജോലി ചെയ്യാതിരുന്നൊരു വ്യക്തിയാണ് തൻസി. പിന്നെ ഈ ജോലിയിലേക്ക് എത്തിയതിന് ശേഷമുള്ളൊരു നോമ്പ്, എങ്ങനെയാണ് ഡിഫറൻസ് തൻസിക്ക് ഫീൽ ചെയ്യുന്നത്?
ഭയങ്കര വ്യത്യാസമാണ്. കാര്യം ഇപ്പം നമ്മുടെ നാട്ടിലെ നോമ്പുകാലവും ഇവിടുത്തെ നോമ്പുകാലവും തന്നെ വ്യത്യാസമാണ്. കാര്യം നാട്ടിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഭക്തിയുടെയൊക്കെ അന്തരീക്ഷം ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒരു ഫെസ്റ്റീവ് മൂഡിൽ പോകുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ച് ജോലി സമയത്തിൽ ഇളവ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ് ജോലി ചെയ്യുന്നതും ആ ഒരു മാസക്കാലം. അപ്പം മൊത്തത്തിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം നമുക്ക് നാടും ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. അത് മാത്രമല്ല, നാട്ടിൽ നമുക്ക് ഈ പള്ളിയിൽ തറാവീഹ്ക്കൊന്നും സ്ത്രീകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളൊന്നും മുമ്പ് കാലത്ത് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പള്ളികളിൽ പോകാൻ സാധിക്കുന്നു, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ജോലിക്ക് ചേർന്നതിന് ശേഷമുള്ള നോമ്പുകാലമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇഫ്താറിൻ്റെ എണ്ണം കൂടി എന്നുള്ളതാണ്. ഇഫ്താർ സംഗമങ്ങളുടെ എണ്ണം കൂടി എന്നാണ്. കാര്യം പല പല കൂട്ടായ്മകളുടെ അത്തരത്തിലുള്ള എല്ലാ ദിവസവും ഓരോ ഇഫ്താർ സംഗമങ്ങൾ. അത് ഇവിടുത്തെ ഒരു ഇഫ്താറിൻ്റെ ഒരു പ്രത്യേകത വൈശാഖിന് അറിയാമല്ലോ. നമുക്ക് ഒരിക്കലും ഈ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തലത്തിലല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സൗഹൃദ സംഗമങ്ങളാണ് ഓരോ വർഷവും. ചിലപ്പോഴൊക്കെ അത്തരം സമയങ്ങളിൽ മാത്രം കണ്ടുമുട്ടുന്നവരുണ്ടാകും. ഓരോ കൂട്ടായ്മകളുടെ ഇഫ്താർ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളുടേതാകട്ടെ, അതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തുചേരാനും നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവരും നോമ്പെടുക്കുന്നവരുണ്ട്, നോമ്പെടുക്കാത്തവരും ഇഫ്താറിന് വരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സൗഹൃദം പങ്കുവെക്കാനും ആ ഒരു പരസ്പര സാഹോദര്യവും ബന്ധവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ് ഓരോ നോമ്പ് കാലവും. അപ്പോൾ അതിൽ ഈ ഇഫ്താർ സംഗമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തൻസീയുടെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ നോമ്പുകഞ്ഞി ഏറ്റവും കൂടുതൽ നന്നായിട്ട് കുടിച്ചിട്ടുള്ളത്. എനിക്ക് അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻസി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം അത് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നോമ്പിന് തൻസിയുടെ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബീഫ് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അതുപോലെ മട്ടൻ ബിരിയാണി, ഇത് രണ്ടും വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം, ഇത് രണ്ടും ഉണ്ടാക്കുന്നതാണ്. തൻസി ഇപ്പം 13 വർഷത്തോളമായിട്ട് മാധ്യമരംഗത്തുണ്ട്. ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ കാണുന്ന പല ആൾക്കാർക്കും, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് മാധ്യമരംഗത്തേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തൻസി എങ്ങനെയായിരുന്നു ഒരു വീട്ടമ്മയിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? എൻ്റെ വലിയൊരു പാഷനായിരുന്നു ഈ ഒരു വാർത്താ വായന എന്ന് പറയുന്നത്. ചെറുപ്പകാലം തൊട്ട് എന്നെ കൊച്ചുനാളിൽ എൻ്റെ സ്കൂളിലൊക്കെ എൻ്റെ ഒപ്പം പഠിച്ചവർക്കൊക്കെ തന്നെ പലപ്പോഴും അറിയാൻ പറ്റും. ഞാൻ അത്രത്തോളം ഇഷ്ടത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന ഒന്നാണ്. പക്ഷെ ഒരിക്കലും ഇതൊരു തൊഴിലായിട്ട് മാറുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ആഗ്രഹിച്ചിരുന്നു ഈ ഒരു വാർത്താ വായന. സ്വാഭാവികമായിട്ടും മോള് 2 മക്കൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയം ആയപ്പോഴത്തേക്കാണ് ഒരു ജോലിയിലേക്ക് എന്നുള്ളൊരു ചിന്ത വരുന്നതും. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഗോൾഡ് 101.3 FM-ന്റെ ഭാഗമാകുന്നത്. തുടക്കത്തിൽ ഒരു ടെമ്പററി വേക്കൻസിയിലാണ് ഞാൻ കയറുന്നത്. വൈശാഖിനോട് പറയണ്ട, എങ്കിലും ഞാൻ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അന്ന് അങ്ങനെ കയറിയിട്ട് പിന്നെ അത് സ്ഥിരമായി ഇപ്പോൾ 13 വർഷമായിട്ട് ഗോൾഡ് FM-ന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പല സ്ത്രീകളും പലപ്പോഴും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കലാണ് പതിവ്. തൻസി അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? അല്ല, നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഒരിക്കലും നമുക്കാരും അത് കൈകൊണ്ട് തരില്ല എന്നുള്ളതാണ് കാര്യം. ഓരോ സാഹചര്യങ്ങൾ പലതായിരിക്കും. എല്ലാവരും ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളിടത്ത് തന്നെയാണ്. പലപ്പോഴും UAE സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏത് ഗൾഫ് രാജ്യങ്ങളിലോ വിദേശത്തോ പോകുന്നവരെ സംബന്ധിച്ച്, ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ധാരാളം വിദ്യാഭ്യാസം നേടിയിട്ടും ഹൗസ് വൈഫായിട്ട് ഒതുങ്ങിപ്പോകുന്ന, ഹൗസ് വൈഫ് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതെങ്കിലും ഞാൻ പറയുകയാണ്, അത് അങ്ങനെ മാത്രമായിട്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ അതൊക്കെ ഒരു വശത്ത് മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചു പോകുന്ന ബഹുഭൂരിഭാഗം സ്ത്രീകളുണ്ട്. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടത്തിനും അവരുടെ പാഷനും കൂടി അവർ ജീവിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം. അതിനോടൊപ്പം നമ്മുടെ കുടുംബവും സഞ്ചരിക്കും എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു വിജയം വരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം സംസാരിച്ചതിൽ, ഇങ്ങനൊരു സംസാരിച്ചതിൽ. താങ്ക് യു സോ മച്ച് തൻസി. റംലാൻ ഓർമ്മകളുമായി GRB നഖത്ത് റംലാൻ, സിക്രീത്ത് റംലാനുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും വരും. സിക്രീത്ത് റംലാൻ brought to you by Zoho One, the operating system for business. Equity Plus presents GRB നഖത്ത് റമദാൻ, brought to you by Zoho One. എങ്ങനെയൊക്കെ പാചകം ചെയ്യുമെന്ന് ഇപ്പൊ കണ്ടോ. തരിതരിയായി നെയ്യുണ്ടെങ്കിൽ എങ്ങനെ മനസ്സെല്ലാം നിറയുമേ. എങ്ങനെ GRB നെയ്യ് തരുമേ, രുചിയും വണമും GRB നെയ്യ് തന്നേ ഓരോരോ ദിനവും. തരിതരിയായി GRB നെയ്യുണ്ടെങ്കിൽ അങ്ങനെ
അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. നമ്മൾ റമദാനിലെ അവസാന 10 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. റമദാനിലെ ഏറ്റവും വിശുദ്ധമായ രാത്രികളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ രാത്രികളെ വിശ്വാസികൾ സമ്പുഷ്ടമാക്കുന്നത് പ്രാർത്ഥനകളിലൂടെയാണ്. പ്രാർത്ഥനകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന കുറച്ച് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്താണ് രാത്രി പ്രാർത്ഥനകളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഡോക്ടർ ശ്രീകുമാർ എന്നോട് ചോദിച്ചു, രാത്രി പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നിർബന്ധമല്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അല്ല. എന്നാൽ രാത്രി നമസ്കാരം നിങ്ങളുടെ പ്രവാചകൻ നിർബന്ധമാക്കിയത് ആർക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു, അത് ആരോഗ്യം വേണ്ടവർക്കാണ്. രാത്രി നമസ്കാരത്തിന് ഒരുപാട് സ്പിരിച്വൽ മീനിങ്സും ബ്ലെസ്സിങ്സും ഉണ്ട്. 7-ാം ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് സൃഷ്ടാവായ അള്ളാഹു താഴെ ഭൂമിയിൽ വന്ന് എൻ്റെ അടിമയ്ക്ക് എന്താണ് വേണ്ടത്, വേണ്ടതെല്ലാം തരാം എന്ന് പറയുന്നൊരു നിമിഷമാണ് തഹജ്ജുദ് എന്ന പീരീഡ് അഥവാ ബ്രഹ്മമുഹൂർത്തം. രാത്രിയുടെ 7-ാം യാമത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വലിയ പ്രതിഫലം ആത്മീയമായി കിട്ടും, ശാരീരികമായും കിട്ടും. ആത്മീയമായി കിട്ടുന്ന പ്രതിഫലം നമുക്കറിയാം. എന്നാൽ ആരോഗ്യപരമായി എന്ത് പ്രതിഫലമാണ് അതിന് കിട്ടുക? ഡോക്ടർ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ക്യാൻ എടുത്തിട്ട് ഏറ്റവും ടോപ്പിലുള്ളത് നമ്മുടെ തലച്ചോറാണെന്നും ഏറ്റവും താഴെയുള്ളത് നമ്മുടെ ഹൃദയമാണെന്നും ഇതിൻ്റെ ഇടയിലുള്ളത് ബ്ലഡാണെന്നും പറയുകയും എപ്പോഴാണോ നമ്മുടെ ഹൃദയം നമ്മുടെ തലച്ചോറിന് മുകളിൽ എത്തുക, അന്നേരം പ്യുവർ ഫോം ഓഫ് ബ്ലഡ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് എത്തും. ആ പ്യുവർ ഫ്രഷ് ബ്ലഡ് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോ കെമിക്കൽസും ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യും. ആ ന്യൂറോ കെമിക്കൽസും ഹോർമോൺസും കാരണം അന്ന് മുഴുവൻ നമ്മൾ പൂർണ്ണ പരിശുദ്ധമായ അവസ്ഥയിൽ, ഇമ്മ്യൂണായ ഒരു അവസ്ഥയിൽ നമ്മൾ മാറുമെന്നുള്ളൊരു ബയോളജിക്കൽ ഇമ്പാക്റ്റ് തഹജ്ജുദിനുണ്ട്. രാത്രി പ്രാർത്ഥനയിൽ എപ്പോഴാണോ നമ്മളുടെ ഹൃദയം നമ്മുടെ തലച്ചോറിന് മുകളിൽ പോയി നിൽക്കുന്നത്, വിച്ച് മീൻസ് പ്രോസ്ട്രേഷൻ അഥവാ സുജൂദ് അഥവാ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന സമയം, ഈ സമയത്താണ് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പ്യുവർ ബ്ലഡ് ബ്രെയിനിലേക്ക് പോവുകയും നമ്മൾ ഇമ്മ്യൂൺ ആവുകയും ചെയ്യുന്നത്. ആ വയ്ക്കുന്ന സ്ഥലവും സമയവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സമയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തം അഥവാ തഹജ്ജുദ് പീരീഡ് അഥവാ രാത്രിയുടെ 7-ാം യാമം. ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു വേവ് ലെങ്ത്, നമ്മൾ എവിടെയാണോ തലവെക്കുന്നത്, ഭൂമിയുടെ സെൻട്രൽ പൊസിഷനായ കഅബ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ തലവെക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബയോളജിക്കൽ ഇമ്പാക്റ്റ്, അന്ന് പൂർണ്ണമായും നമ്മൾ ഇമ്മ്യൂണായി മാറുകയാണ്. രോഗപ്രതിരോധ ശേഷി നമ്മൾ കൈവരിക്കുകയാണ്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളിൽ എൻഗേജ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി അവസാന 10-ൽ നമ്മൾ രാത്രി പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഈ പ്രാർത്ഥനകൾ 10 ദിവസം കഴിഞ്ഞ് നിന്ന് പോകാതെ മുന്നോട്ടുള്ള ദിവസങ്ങളിലും വരും മാസങ്ങളിലും വർഷങ്ങളിലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. കാരണം തഹജ്ജുദ് എന്ന് പറയുന്ന രാത്രി പ്രാർത്ഥന അഥവാ തറാവി എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ പരിശുദ്ധമായ പ്രവാചകൻ വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ മാത്രമല്ല പ്രാർത്ഥിച്ചത്, എല്ലാ ദിവസവും രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അദ്ദേഹം ബിൽഡ് ചെയ്തിരുന്നു. അതെല്ലാം തുടങ്ങിയത് ഒരു റമദാനിലാണ്. ഈ റമദാൻ അവസാനിക്കുമ്പോൾ ഈ റമദാനിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് നേടേണ്ടത്, ആ നേടേണ്ടതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ, ഒരു ഗോള് സെറ്റ് ചെയ്തു വേണം നമ്മൾ റമദാൻ തുടങ്ങാൻ. അവസാന ദിവസങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുവരെയും റമദാനിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും അവസരമുണ്ട്. റമദാന് ശേഷമുള്ള ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് റമദാന് മുന്നേ റമദാൻ്റെ കൂടെ നമ്മൾ തീരുമാനമെടുക്കണം. റമദാന് ശേഷമുള്ള ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് റമദാനിൽ നമ്മൾ തീരുമാനമെടുക്കണം. റമദാന് ശേഷം ഞാൻ എങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ആകണമോ അതെല്ലാം ഒരു വെള്ളക്കടലാസിൽ എഴുതി വെച്ച് ഗോൾ സെറ്റ് ചെയ്ത് വേണം നമ്മൾ ആക്ഷൻസ് എടുക്കാൻ. റമദാൻ
ഒരു ട്രെയിനിങ് പീരീഡാണ്. റമദാൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ ജീവിക്കാനുള്ള ഊർജ്ജമാണ് റമദാനിൽ കിട്ടുന്നത്. പലപ്പോഴും സംഭവിക്കാറുള്ളത് റമദാൻ കഴിയുമ്പോൾ നമ്മൾക്ക് റമദാനിൽ നിന്ന് കൈവരിച്ച ഈ ആത്മീയമായുള്ള എനർജി നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് അത് പ്രാക്ടീസ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ 30 ദിവസത്തെ പ്രാക്ടീസ് നമുക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തത്. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു കാര്യവും ആവേശത്തോടെ, ഇഷ്ടത്തോടെ, വില്ലിങ്നെസ്സോടുകൂടി, ഇൻറ്റൻഷണലായിട്ട് നിങ്ങൾ 30 ദിവസം ഏത് കാര്യം ചെയ്താലും ആ കാര്യം നിങ്ങളുടെ ഹാബിറ്റായി മാറും, നിങ്ങളുടെ ശീലവും സ്വഭാവവുമായി മാറും. നിങ്ങൾ നിരന്തരമായി സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ റമദാനിൽ സ്മോക്ക് ചെയ്യില്ല. കള്ള് കുടിക്കുന്ന ആളാണെങ്കിൽ കള്ള് കുടിക്കില്ല. നിങ്ങൾ കള്ളം പറയുന്ന ആളാണെങ്കിൽ കള്ളം പറയില്ല. നിങ്ങൾ ഇൻറ്റൻഷനലി ഇതെല്ലാം ഉപേക്ഷിച്ചാൽ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹൃദയത്തിൽ തൊട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിക്കലി നിങ്ങൾക്ക് 30ാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇത് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ശീലങ്ങൾ ട്രാൻസ്ഫോം ആവും, വിശ്വാസം ചേഞ്ച് ചെയ്യും, ചിന്തകൾ ചേഞ്ച് ചെയ്യും, പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യും, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, ക്യാരക്ടർ ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു വിപ്ലവമാണ് ഇനി വരാൻ പോകുന്ന 10 ദിവസമുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന എല്ലാ പേരും നമ്മളുടെ റമദാനിലെ പ്രാക്ടീസ് ഇഷ്ടത്തോടുകൂടി, തൃപ്തിയോടുകൂടി, വില്ലിങ്നെസ്സോടുകൂടി, ഇൻറ്റൻഷണലായി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരം ശ്രമങ്ങളോടുകൂടി നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. എല്ലാവരുടെയും ലൈഫിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഈ റമദാൻ പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം റിയാസ് ഹക്കീം. Equity Plus presents GRB Ney Nakhat Ramadan, brought to you by Soho One. എങ്ങനെയൊക്കെ പാചകം ചെയ്യുമെന്ന് ഇപ്പൊ കണ്ടോ. തരി തരിയായി നെയ്യുണ്ടെങ്കിൽ എങ്ങനെ മനസ്സെല്ലാം നിറയുമേ. എങ്ങനെ GRB നെയ്യ് തരുമേ രുചിയും മണമും. GRB നെയ്യ് തന്നേ ഓരോരോ ദിനവും. തരിത്തരിയായി GRB നെയ്. GRB നെയ്യുണ്ടെങ്കിൽ അങ്ങനെ. കാണിക്കാൻ പോകുന്നത് വളരെ ലൈറ്റായിട്ട് നമുക്ക് കഴിച്ചാൽ തോന്നുന്ന എന്നാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇതിനെ ശരിക്കും നമുക്കൊരു ഡിഷ് തന്നെ പറയാം, മെയിൻ കോഴ്സ് തന്നെ പറയാൻ പറ്റുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാണ്. അതിന് ഫത്ത എന്ന് നമ്മൾ പറയില്ലേ അറബിക്കിൽ. ഈ ഫത്തേനകത്ത് പല വേരിയേഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു ഒറിജിൻ പറയുന്നത് ലെബനീസ് ആണ് എന്നാണ്. എനിക്ക് കറക്റ്റ് ഒത്തൻറ്റിക് ആണോ എന്നറിയില്ല. ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ടുള്ള എൻ്റെ ലെബനീസ് കൊലീഗിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റംസാൻ മാസത്തിൽ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പൊതുവേ ഫോളോ ചെയ്യാറില്ല. പക്ഷേ പ്രത്യേകിച്ച് എനിക്കൊന്ന് മലബാർ ക്യൂസിനിലെ ഏറ്റവും കൂടുതൽ അരിഭക്ഷണമാണ്, കാബ്സ് ആണ് കൂടുതൽ നമ്മൾ കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസ് വരുന്നത് ശരിക്കും പ്രോട്ടീനിലാണ്. തൈരും തഹീനിയും പിന്നെ ചിക്പിയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. പിന്നെ പ്ലസ് കുറച്ച് കാബ്സ് ആയിട്ട് അതിൽ ഖുബൂസ് ഫ്രൈ ചെയ്തിടാറുണ്ട്. ഞാനിപ്പം നമ്മുടെ GRB ഗീയിൽ വളരെ ലൈറ്റായിട്ട് ഷാലോ ആയിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയായിട്ട് ചിക്കൻ വരുന്നു. അപ്പോൾ നമുക്ക് മീറ്റ് പ്രോട്ടീനും കിട്ടുന്നു, നമ്മുടെ കടല കഴിക്കുന്നതിൻ്റെ ഗുണം കിട്ടുന്നു, തൈര് പ്രോബയോട്ടിക് ആണ്, ദഹനത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ റംസാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ് ഇന്നത്തത്. അത് നമുക്ക് ഈ ഫത്തേൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഗീയിൽ കുബൂസ് ഞാൻ ഓൾറെഡി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2-3 ടൈപ്പിൽ ചെയ്യാം. ഒരു ഇത്തിരി നെയ്യ് ഒന്നൊരു പാനിൽ തടവിയിട്ട് ഓവനിലേക്ക് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഫ്രൈ പാനിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ലെബനീസ് ക്യൂസീനിൽ അവർ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈഡ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ശരിക്കും ഗ്രില്ല് ചെയ്തിട്ടാണ് ചെയ്യല്ലേ. അപ്പോൾ നമുക്കിതിനെ ചെറുതായിട്ട് ഒരു അല്പം GRB നെയ്യ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ക്രഞ്ചി ആക്കി എടുത്തിട്ട് നമ്മുടെ ഫത്തയുടെ ബേസ് റെഡിയാക്കാം. അപ്പം ഞാൻ GRB ഗീ എടുക്കുകയാണ്. നല്ല തരിയായിട്ടുള്ള GRB നെയ്യ് ഒരു 2 ടീസ്പൂൺ, ഫുള്ളൊന്നും വേണ്ട, ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യ് നമ്മൾ പാനിൻ്റെ എല്ലാ സൈഡിലും ഒന്നാക്കി കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുബൂസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ക്രിസ്പി ആയിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ കുഴപ്പമില്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിൽ വരുന്നത് ചിക്കൻ ഗ്രില്ല് ചെയ്തൊരു ലെയറാണ്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കുക.
നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം GRB നെയ്യ് ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഷാലോ ആയിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുകയാണ്. ആ ചിക്കനിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീര്, പിന്നെ വളരെ കുറച്ച് ലൈറ്റായിട്ട് ചിക്കൻ്റെ കളറ് മാറാൻ വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിലും കുറച്ച് അതിൻ്റെ പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ചിക്കന് പാകത്തിനായിട്ടുള്ള ഉപ്പ്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകം, പെരുംജീരകവും ചെറുജീരകവും കൂടി പൊടിച്ച പൊടിയാണ്. 2 ജീരകവും കൂടെ പൊടിച്ച ഒരിത്തിരി സാജീരകവും കൂടി ഉണ്ട്. ആ 3 ജീരകവും കൂടെ പൊടിച്ച പൊടി. നിങ്ങൾക്ക് ചെറുജീരകം മാത്രം മതിയെങ്കിൽ അതിട്ടാൽ മതി. വളരെ കുറച്ചാണ് ആ ഒരു ജീരക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇടാൻ പോകുന്ന പൊടിയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സർവ്വസുഗന്ധിയുടെ കായ ഉണക്കി പൊടിയാണ്. അതിനെ ഓൾ സ്പൈസ് എന്ന് പറയും. നമ്മൾ ഷവർമയിലും ബാക്കി എല്ലാ അറബിക് ക്യൂസിനിലും യൂസ് ചെയ്യുന്ന ഒരു പൊടിയാണ് ഓൾ സ്പൈസ്. അത് സർവ്വസുഗന്ധി ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ലെയറിനുള്ള മിക്സും റെഡിയായി. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം GRBയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, ഷാലോ ആയിട്ട് ഗ്രില്ലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഈ ഫത്തേൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല മണമുള്ള ഗോൾഡൻ കളർ നെയ്യിൽ ലാസ്റ്റ് ഒരല്പം പൈൻ സീഡ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിക്കും, നെയ്യടക്കം. അതാണ് ഈ ഫെത്തയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏതായാലും നമ്മൾ ഗീയുടെ ആ ഒരു ഫ്ലേവറിലാണല്ലോ ഇതിൻ്റെ ഒരു ടോപ്പിംഗ് വരുന്നത്. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാനിങ്ങനെ വളരെ ഷാലോ ആയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ടൊന്ന് ഗ്രില്ലായി വരണം, നമ്മുടെ കുബൂസ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഇത് രണ്ടും ആകുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാമത്തെ പണിയിലേക്ക് പോവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ കുറേ പണിയുള്ള പോലെ തോന്നും. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അത്ര പണി ഇല്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മൂന്നാമത് നമുക്ക് വേണ്ടത് ആ ഒരു മിക്സ്ചറാണ്, യോഗേർട്ടിൻ്റെ മിക്സ്ചർ. ഞാനിവിടെ ഗ്രീക്ക് യോഗേർട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടത്തൈര് ഉണ്ടെങ്കിൽ അത് മതി. നല്ല കട്ടത്തൈര് നോക്കി വാങ്ങിക്കണം. വളരെ പുളിപ്പുള്ള തൈരാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 കപ്പ് കട്ടത്തൈര് എടുത്തിട്ട് അതിലേക്ക് തഹീനയും ബാക്കി മിക്സ്ചറും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബേസിൽ വരുന്ന ഒരു കൂട്ട് റെഡിയാകുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തൈര്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്രീക്ക് യോഗേർട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തൈരായാലും കട്ടത്തൈര് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് തഹീന, എനിക്ക് കുറച്ച് തഹീന കൂടുതലുള്ള ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് തഹീന ഫ്ലേവറാണ്. തഹീന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വെളുത്ത എള്ള് അരച്ച് എടുത്തിരിക്കുന്നതാണ്. എള്ളെണ്ണയിൽ തന്നെ അരച്ചെടുക്കുന്ന പേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു മിക്സ്ചറും റെഡിയായി. ഇനി നമുക്ക് വേണ്ടത്, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഉണ്ടാവും. പ്ലസ് ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവുക, നമുക്ക് ഇത്ര തിക്നെസ് വേണ്ട. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മളതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കണം. ഞാൻ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടി, ചിപ്പി വേവിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം തന്നെ എടുത്ത് ഒഴിക്കലാണ്. അത് കുറച്ച് ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചാൽ റെഡിയായി. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇടുകയാണ്. പിന്നെ ഇളം ചൂടിൽ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, ചിപ്പി വേവിച്ച വെള്ളക്കടല വേവിച്ച വെള്ളം നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് അത്രക്ക് മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫത്തയുടെ ആ ഒരു ബേസിൽ വേണ്ട സോസ് റെഡിയായി. പിന്നെ വേണ്ടത് ഏറ്റവും അടിയത്തെ ലെയർ നമ്മൾ വെള്ളക്കടല കുതിർത്തിട്ട് തലേന്ന് രാത്രി കുതിർത്ത് ഉപ്പിട്ട് വേവിച്ചെടുത്താണ്. ചിലർ ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇടും, ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ട് കടല. നിങ്ങൾക്ക് അത് ആവശ്യമില്ല, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നോർമലി ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ല, കഴിയുന്നതും ബേക്കിംഗ് സോഡ ഒക്കെ ഒഴിവാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും എന്താണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കേണ്ട സാധനങ്ങളും. ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കുബൂസ് നല്ല ക്രിസ്പി ആയിട്ട് ഇതാ കണ്ട ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, നമ്മുടെ ഫത്തയുടെ ബേസ് സോസ് റെഡി ആയിട്ടുണ്ട്, ചിക്പി റെഡി ആയിട്ടുണ്ട്. ഇനി അത് അസംബിൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലെയർ ചിക്പി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും കുറച്ച് സോസ് അതിൻ്റെ മേലെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുബൂസ് ക്രിസ്പി ആക്കിയത് ഇനി അതിൻ്റെ മേലെയായിട്ട് വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു മിനുക്ക് പണിയെന്ന് വെച്ചാൽ പൈൻ സീഡ്സ് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ഗോൾഡൻ കളർ നെയ്യിൽ പൊരിച്ച് കോരി അതിൻ്റെ മേലെ അതടക്കം ആ നെയ്യ് അടക്കിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പൈൻ സീഡ്സ് ഒന്ന് പൊരിച്ച് പോരാം. അപ്പോൾ നമുക്ക് നമ്മുടെ GRB നെയ്യിൽ നന്നായിട്ട് പൈൻ സീഡ്സ് പൊരിച്ച് പോരാം. ഒരു 3 ടീസ്പൂൺ 4 ടീസ്പൂണോളം തന്നെ നെയ്യ് വേണേ. നെയ്യ് നല്ല ഗോൾഡൻ കളറായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ആ തരിതരിയെല്ലാം മെൽട്ടായി വന്ന് കഴിയുമ്പം നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൈൻ സീഡ്സ് ഇട്ടെടുക്കാം. പൈൻ സീഡ്സും കൂടെ ഒന്നൊരു ലൈറ്റ് യെല്ലോ ഗോൾഡനിഷ് കളറാകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെത്തയുടെ മേലെ ഒഴിച്ചാൽ നമ്മുടെ ഡിഷ് റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എഡീഷൻസ് എന്തും ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് പാർസ്ലി ചോപ്പ് ചെയ്തതൊക്കെ ചില സ്ഥലത്തുനിന്ന് ഞാൻ കഴിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ അനാറൊക്കെ കാണാൻ ഭംഗിക്ക് ഇടാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനെ ഭംഗി വരുത്താം. യെസ്, അങ്ങനെ നമ്മുടെ ഫെത്തെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റമദാനിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. മസലം. Equity Plus presents GRB Ney Nakhat Ramadan, brought to you by Soho One.